തിരുവനന്തപുരം എന്നുള്ള പേര് പോലും അതല്ല. തിരുവനന്തപുരം ഒരു കാടുകളുടെ നഗരമാണ്, അറിയാം. പ്രതിമകളെപ്പോലെ തന്നെ പ്രതിമകളുടെ നഗരമാണ്, കാടുകളുടെ നഗരമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും ഏതാണ്ട് 100-120 മീറ്റർ അകലെ കൃത്യം പടിഞ്ഞാറ് ഒരു മഹാക്ഷേത്രം കിടപ്പുണ്ട്. ഒന്നുകിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ പഴക്കം ഉണ്ടാവണം, അതർവൈസ് ഇതിൻ്റെ ശ്രീമൂലസ്ഥാനം. പക്ഷെ വിമൻസ് കോളേജ് വരുന്നതിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു, ഈ സ്ഥലവും ഉണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നു പേര്? പരിശോധിച്ചപ്പോഴാണ് ഒരു വിവരം കിട്ടിയത്, വളരെ കൗതുകകരമായൊരു കാര്യം. ബംഗ്ലാവ്, അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് സാനഡു. പക്ഷെ നാട്ടുകാരുടെ വായിലേക്ക് സാനഡു കയറിയില്ല, അവരതിനെ സന്നിധിയാക്കി. സാനഡു മുക്ക് സന്നിധി മുക്കായി മാറി. ഇപ്പോൾ നമ്മൾ മാവിൻ ചുവട് സ്റ്റാച്ചു ആയതിനെ പറ്റിയും അതുപോലെ പുത്തരിക്കണ്ടം ചെങ്കൽച്ചൂടയിൽ നിന്ന് രാജാജി നഗർ ആയതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിൽ കുറേയധികം സ്ഥലങ്ങളില്ലേ ഇതുപോലെ പേര് അതിനെ പറ്റി ഒന്ന് പറയാമോ? അത് കൗതുകമുള്ളതും അല്ലാത്തതും കൊണ്ട്. തിരുവനന്തപുരം എന്നുള്ള പേര് പോലും അതല്ല. തിരുവനന്തപുരത്തിൻ്റെ പേര് തിരുവനന്തപുരം എന്നല്ല, രേഖകളിലൊക്കെ തിരുവാനന്തപുരം എന്ന്. അപ്പൊ നമ്മൾ സൗകര്യത്തിന് നമ്മൾ ഒരു ദീർഘത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഒരു ദീർഘം മാത്രമല്ല, ആശയപരമായി, ചരിത്രപരമായി, മതപരമായി ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. മതപരമായുള്ള വ്യത്യാസമുണ്ട്. അത് തിരുവനന്തപുരം എന്നാണ്. അപ്പൊ അനന്തൻ എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തവൻ. ശ്രീപത്മനാഭൻ പള്ളി കൊള്ളുന്ന സർപ്പമാണ്, 5 തലയുള്ള സർപ്പമാണ് അനന്തൻ എന്നാണ് സങ്കല്പം. ആനന്ദൻ അതല്ല. ആനന്ദൻ എന്ന് പറഞ്ഞാൽ ആനന്ദന്മാർ പലതരത്തിലുണ്ട്. ഒന്ന്, ബുദ്ധ ഭിക്ഷുവിൻ്റെ പേര് ആനന്ദൻ എന്നാണ്. ജൈന ഭിക്ഷുക്കളെല്ലാം അറിയപ്പെടുന്നത് ആനന്ദന്മാർ എന്നാണ്. മാത്രമല്ല, നമ്മൾ അതാവാം, അല്ലാതിരിക്കാം, നമുക്ക് അത്ര കൃത്യമായിട്ട് പറയാം. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും ഏതാണ്ട് 100-120 മീറ്റർ അകലെ കൃത്യം പടിഞ്ഞാറ് ഒരു മഹാക്ഷേത്രം കിടപ്പുണ്ട്. പഴക്കമുള്ളൊരു ക്ഷേത്രം, മിത്രാനന്തപുരം. അവിടെ കിടപ്പുണ്ടൊരു ആനന്ദൻ. ത്രിമൂർത്തി ക്ഷേത്രമാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായ പുഷ്പാഞ്ജലി സ്വാമികളുടെ ആസ്ഥാനം അതാണ്. അവിടെ നിന്നാണോ തിരുവാനന്തപുരം തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞു തരട്ടെ. ഓക്കെ. അപ്പോൾ അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരു പുരയുണ്ട്, അവിടെ തന്നെ താമസിക്കണം. പുറപ്പെടാ ശാന്തിയാണ്. പുറപ്പെടാ ശാന്തി എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല, അവിടെ തന്നെ തങ്ങണം. അവിടെ ഒരു കുളമുണ്ട്, അതിൽ നിന്ന് തന്നെ കുളിക്കണം. അവിടെ ഒരു ഓലക്കുടയുണ്ട്, കുളി കഴിഞ്ഞാൽ ആ കുട ചൂടിയേ വരാവും. മെതിയടി തന്നെ ഇടണം, ചെരുപ്പിടാൻ പറ്റില്ല. 6 മാസമാണ് കാലാവധി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഇതിൻ്റെ ശ്രീമൂലസ്ഥാനമാണ് അവിടം എന്നാണ്. ഒന്നുകിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ പഴക്കം ഉണ്ടാവണം, അതർവൈസ് ഇതിൻ്റെ ശ്രീമൂലസ്ഥാനമാണ്. അങ്ങനെയെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം രൂപപ്പെടുന്നതിന് മുമ്പ്, ഇന്നത്തെ നിലയിലെത്തുന്നതിന് മുമ്പ് പ്രസിദ്ധമായൊരു ക്ഷേത്രമായിരിക്കുന്നു ത്രിമൂർത്തി ക്ഷേത്രമെന്ന മിത്രാനന്തപുരം. ഈ മിത്രാനന്ദനിൽ നിന്നാവണം തിരുവാനന്തപുരം രൂപം. ഈ തിരുവാനന്തപുരം ഒന്ന് 16-ാം നൂറ്റാണ്ട് വരെ ഉള്ള രേഖകൾ കാണാം. തീർന്നില്ല. തിരുവാനന്തപുരം സഭ എന്നൊരു സഭയുണ്ടായിരുന്നു. അതായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇന്നാരാ കൈകാര്യം ചെയ്യുന്നത്? എട്ടരയോഗക്കാരാ. എട്ടരയോഗം പോറ്റിമാരുടെ സഭയാണല്ലോ എട്ടരയോഗം. ഈ എട്ടരയോഗത്തിൻ്റെ പഴയ പേര് തിരുവാനന്തപുരം സഭ എന്നാണ്. 16-17 ഏതാണ്ട് 17-ാം നൂറ്റാണ്ട് വരെ തിരുവാനന്തപുരം സഭ എന്നാണ് അറിഞ്ഞപ്പോൾ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് തിരുവാനന്തപുരം തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ രൂപം, തിരുവനന്തപുരം എന്നല്ല. അനന്തനും ആനന്ദനും തമ്മിൽ അജഗജം വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകൾ ബുദ്ധമതത്തിലേക്കോ ജൈനമതത്തിലേക്കോ അല്ലെങ്കിൽ ആവാം, അതല്ലെങ്കിൽ മിത്രാനന്ദനിലേക്ക് നമ്മൾ പോകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ പേരിൽ വരുന്നൊരു വിധിയാണ്. പിന്നെ നമ്മൾ കാണേണ്ടത് വേറൊരു സ്ഥലം
വിമൻസ് കോളേജാണ്. 125 വാർഷികം കഴിഞ്ഞു. അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ ഹിസ്റ്ററി കോൺഗ്രസ്, കേരള ഹിസ്റ്ററി കോൺഗ്രസ് നടന്നത്. എൻ്റെ ഫംഗ്ഷനിൽ ഞാനായിരുന്നു ചെയർമാൻ. അപ്പോൾ അവിടെ ജംഗ്ഷൻ ഇന്നറിയുന്ന വിമൻസ് കോളേജ് ജംഗ്ഷൻ എന്നാണ്. സ്വാഭാവികം തർക്കമില്ല, വിമൻസ് കോളേജ് വന്നു, വിമൻസ് കോളേജ് ജംഗ്ഷൻ. പക്ഷേ വിമൻസ് കോളേജ് വരുന്നതിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു, ഈ സ്ഥലവും ഉണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നു പേര്? ആ പേര് സന്നിധിമുക്ക് എന്നാണ്. അപ്പോൾ ഈ സന്നിധി അന്വേഷിച്ച് ഞാൻ നടന്നു. അപ്പോൾ സന്നിധി ഒന്നുകിൽ ദേവസന്നിധി ആവാം, അല്ലെങ്കിൽ രാജസന്നിധി ആവാം, അതല്ലെങ്കിൽ പുരോഹിത സന്നിധി ആവാം. ഈ 3 സന്നിധികൾക്കേ സാധ്യതയുള്ളൂ. ദൈവം, രാജാവ്, പുരോഹിതൻ, ഇത് 3 ഇല്ല ഇവിടെ. ദെൻ ഹൗ? വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഒരു വിവരം കിട്ടിയത്. വളരെ കൗതുകകരമായൊരു കാര്യം. 2 മന്ദിരങ്ങൾ അവിടെ ഉണ്ട് ഇന്ന്. 2 പഴയ കെട്ടിടങ്ങളാണ്. നമ്മുടെ KR ഗൗരിയമ്മ താമസിച്ചിരുന്ന റോസ് ഹൗസും അവരുടെ ഭർത്താവായ TV തോമസ് താമസിച്ചിരുന്ന സാനഡു. സാനഡു എന്ന് പറയുന്നത് ലോകത്താദ്യമായി ലോകചക്രവർത്തി എന്ന് പട്ടം സ്വീകരിച്ച, അല്ലെങ്കിൽ പട്ടം കിട്ടിയ ജംഗിഷ് ഖാൻ്റെ കൊട്ടാരത്തിൻ്റെ പേരാണ് സാനഡു. ഈ സാനഡു എന്ന പേര് സായിപ്പ് അവിടെ കെട്ടിടം വെച്ചപ്പോൾ ഇട്ടതാണ്. അപ്പോഴത്താണ് റെസിഡൻസി. ഇപ്പോൾ റെസിഡൻസിയിലെ ഉദ്യോഗസ്ഥനോ കോളേജ് പിന്നെ പ്രൊഫസറായിരുന്ന ആളോ ആയ ഒരു സായിപ്പ് വെച്ചതാണ് ഈ കെട്ടിടം, ബംഗ്ലാവ്. അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് സാനഡു. പക്ഷെ നാട്ടുകാരുടെ വായിലേക്ക് സാനഡു കയറിയില്ല. അവരതിനെ സന്നിധിയാക്കി. സാനഡു മുക്ക് സന്നിധി മുക്കായി മാറി. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കൗതുകങ്ങൾ ഈ സ്ഥലനാമങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സന്നിധി മുക്കാക്കും അറിയില്ല. അവിടെ നമ്മൾ വീണ്ടും ഒരു 1.5 കിലോമീറ്റർ ചെല്ലുമ്പോൾ നമ്മുടെ ജഗതിയിലേക്ക് തിരിയുന്ന, ജഗതി ശ്രീകുമാറിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന നമ്മുടെ പിന്നെ MG ശ്രീകുമാർ അവരുടെയൊക്കെ ആ ഒരു അവരുടെയൊക്കെ ഒരു ഇതാണ്. അവിടെ നിന്ന് നമുക്ക് അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ നിന്ന് നമുക്ക് തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കൊക്കെ പോവാം. ആ സ്ഥലത്തിന് ഇന്ന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ആരും പറയാറില്ല. ആ മുക്ക്, ഈ മുക്കെന്നൊക്കെ പറയും. ക്ഷേത്രത്തിൻ്റെ മുക്ക്. ഭാരത് ഭവൻ ഇപ്പോൾ അവിടെയാണ് കിടക്കുന്നത്. പോലീസ് ഗ്രൗണ്ടിന്റെ അടുത്ത് എന്നൊക്കെ പറയും. പോലീസ് ഗ്രൗണ്ടിന്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ, പക്ഷെ ആ സ്ഥലത്തിൻ്റെ പേര് ഠാണാമുക്കെന്നാണ്. ഠാണാമുക്ക്. ഠാണ എന്ന പദം ഉറുദുവാണ്. അത് ഉറുദുവിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കും മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്കും വന്നൊരു പദമാണ് ഠാണാവ്. ഠാണാവ് എന്ന് പറഞ്ഞാൽ ലോക്കപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യകാലങ്ങളിൽ ജയിൽ ആരംഭിക്കുന്നത് ഇതുപോലെ സെൻട്രൽ ജയിലും സബ് ജയിലും ഒന്നും ആയിട്ടല്ല. ഒരു ജഡ്ജിയുടെ ആഫീസിനോട് ചേർന്നൊരു പോലീസ് സ്റ്റേഷനോട് ചേർന്നൊരു പിന്നെ ഒരു ലോക്കപ്പ്. ഇത് ഒരു സമുച്ചയമാണ് അന്ന്. അത് എല്ലാ താലൂക്കുകളിലുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ താലൂക്കുകളൊക്കെ തിരുവിതാംകൂറിലെ താലൂക്കുകളൊക്കെ അന്നറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തിൻ വാതിൽ എന്നാണ്. കൊച്ചിയിൽ അതറിയപ്പെടുന്നത് കോവിലകത്തും വാതിൽ എന്നാണ്. അപ്പോൾ കൊച്ചിയിലുണ്ട് ഠാണാവ്. തൃശ്ശൂർ ഒരു ഠാണാമുക്കുണ്ട്, ഠാണ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ആലപ്പുഴ ഒരു ഠാണാപ്പടിയുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഠാണാമുക്ക്. ഈ ഠാണാമുക്ക് എന്ന് പറയുന്നത് ലോക്കപ്പാണ്. അതിനകത്ത് ആളുകളെ അടയ്ക്കുന്ന ബാക്കിയുള്ള മൺചുവരൊക്കെ വെച്ച ഇതാണ്. ഇത് നോക്കുന്ന ഒരാളിൻ്റെ പേര് പിന്നെ ഠാണ നായ്ക്കൻ എന്നാണ്. അയാൾക്കാണ് ഇതിൻ്റെ ചാർജ്. പിന്നെ ഇതിൻ്റെ പേര് ഠാണാപുര എന്നാണ്. ജയിലെന്നല്ല എൻ്റെ പേര്, ഠാണാപുര എന്ന്. സംഗതി ലോക്കപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പണ്ട് രാജഭരണകാലത്ത് ഒരു ലോക്കപ്പ് ഉണ്ടായിരുന്ന സ്ഥലമായതുകൊണ്ടാണ് തന്നെ ഠാണാമുക്ക് എന്ന് പേര് വന്നത്. ഠാണാവ് പോയി, ഭരണം മാറി, രാജഭരണത്തിൽ ജനാധിപത്യത്തിലേക്ക് വന്നു. ഠാണാവുകളൊക്കെ അടച്ചുപൂട്ടി വേറെ ജയിലുകളൊക്കെ വന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ പഴയ ചരിത്രത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഠാണാമുക്കുകളും ഠാണാപ്പടികളും ഠാണാവുകളും ഒക്കെ എല്ലായിടത്തും നിലനിന്ന് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വളരെ കൗതുകകരമായ ചരിത്രപരമായ ഒരു. പിന്നെ വേറൊന്ന് നമ്മുടെ മെഡിക്കൽ കോളേജാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫേമസ് ആണ്. 1951 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്
ഉദ്ഘാടനം ചെയ്തെന്ന് മാത്രമല്ല അവിടുത്തെ ആദ്യത്തെ രോഗി ജവഹർലാൽ നെഹ്റുവാണ്, അതറിയാവും. ഇല്ല, അറിയില്ല. അദ്ദേഹം കാലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരാ കാറ് പിടിച്ചടച്ചെങ്ങണ്ട വിരൽ ചതഞ്ഞു. ഓ, അപ്പോൾ അതുകൊണ്ട് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം കൊണ്ടുവന്ന് ഡോക്ടറെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തില്ല, ഷീറ്റ് എഴുതി ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മരുന്നൊക്കെ വെച്ച് കെട്ടി അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ആദ്യത്തെ രോഗിയും ഉദ്ഘാടകനും അദ്ദേഹമായിരുന്നു എന്നുള്ളൊരു കൗതുകം കൂടി അതിനകത്തുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് കുഴിയത്ത് മുക്കെന്നാണ്. കുഴിയം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കുഴിഞ്ഞ സ്ഥലമാണ്, താഴ്ന്നതാണ്. നമ്മൾ പഠിച്ച കോളേജിൽ നേരെ അവിടെ ചെന്ന് നേരെ ചിത്ര കഴിഞ്ഞ് പിന്നെ ഇറക്കമാണ്, RCCയിലേക്ക് പോകുന്ന ഇറക്കമാണ്. കുഴിയം എന്നാണ് ആ സ്ഥലത്ത്. അപ്പോൾ 300 ഏക്കർ. അപ്പോൾ ഈ അടുത്ത കാലം വരെ കുഴിയത്ത് ആശുപത്രി എന്ന് പറയുന്ന എൻ്റെ അമ്മൂമ്മ പറയുന്ന കുഴിയത്ത് ആശുപത്രി എന്നാണ്. കുഴിയത്ത് ആശുപത്രി. അച്ഛൻ പറഞ്ഞിരുന്ന ഉള്ളൂർ ആശുപത്രി എന്നാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അമ്മ എപ്പോഴും ഉണ്ട്. അമ്മ എപ്പോഴും പറയുന്ന ഉള്ളൂർ ആശുപത്രി എന്നാണ്, പിടിച്ച കളയുന്നല്ല. അപ്പോൾ അങ്ങനെ ഒരു പേര്. അപ്പോൾ ഈ കുഴിയം ആളുകൾ മറന്നു. ഒരു വലിയൊരു സ്ഥാപനം വരുമ്പോൾ സ്വാഭാവികമായി പഴയ പേര് മരിക്കും, വാക്കുകൾ മരിക്കും, സ്ഥലനാമങ്ങൾ മരിക്കും, പുതിയത് കാലത്തിൻ്റെ പോക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ഇതുപോലുള്ള സ്ഥലനാമങ്ങൾ നിരവധി നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ പറ്റും. തിരുവനന്തപുരം ഒരു കാടുകളുടെ നഗരമാണ്, അറിയാം. പ്രതിമകളെപ്പോലെ തന്നെ പ്രതിമകളുടെ നഗരമാണ്, കാടുകളുടെ നഗരമാണ്. വെട്ടുകാട്, മണക്കാട് അറിയാലോ, മണക്കാട് അറിയാലോ, വെട്ടുകാട്. ചൂരക്കാട് അറിയാമല്ലോ, ചാലക്കമ്പോളം പഴയ ചൂരക്കാടാണ്. ചൂരക്കാട് പാളയം എന്ന് പറഞ്ഞ ഒരു കൊച്ചു സ്ഥലം അവിടെ എപ്പോഴും ഉണ്ട്. കൊട്ടാരംകാട്, കൊട്ടാരംകാട് വട്ടിയൂർക്കാവ്, ആ കൊട്ടാരംകാടാണ്. ഇങ്ങനെ നിരവധി കാടുകൾ നമുക്കവിടെ. മണക്കാട്, ബോണക്കാട്, ഇങ്ങനെ നിരവധി കാടുകൾ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് കാണാം. മനസ്സിലാക്കണം. അപ്പം ഇത് നമുക്ക് തരുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയാണ്. ഭൂപ്രകൃതി ജനപ്രകൃതിയാണ്.